പ്രിയ കൂട്ടുകാരെ, ഐസക് അന്നയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവമായ സ്വാഗതം. LSS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇന്ന് ഞാൻ നൽകുന്നത്. നമുക്കൊന്ന് നോക്കിയാലോ. LSS പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു പ്രധാന ക്വസ്റ്റ്യനാണ് നോട്ടീസ് തയ്യാറാക്കൽ. നമ്മുടെ എല്ലാ പരീക്ഷകളിലും ചോദിക്കാറുണ്ട്, വരുന്ന ഹയർ ക്ലാസ്സുകളിലും നോട്ടീസ് തയ്യാറാക്കാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നോട്ടീസ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കണം. ഇനി നിങ്ങളുടെ ന്യൂസ് പേപ്പറിൻ്റെ കൂടെയും മറ്റും നോട്ടീസ് കിട്ടുമ്പോൾ എന്തെല്ലാം ആണെന്നും അത് എഴുതേണ്ട രീതി ഒന്നും ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. നോട്ടീസ് തയ്യാറാക്കുമ്പോൾ നോട്ടീസിന് ഒരു തലക്കെട്ട് നമുക്ക് ആദ്യം ഒന്ന് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ, മാന്യരെ എന്നുള്ള ഹെഡിങ്ങുകൾ മാറി മാറി കൊടുക്കാം. പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ മാന്യരെ. പിന്നെ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും പരിപാടി, എന്തെങ്കിലും പ്രോഗ്രാം നടക്കുന്നതാണെങ്കിൽ ആ പ്രോഗ്രാം നടക്കുന്ന ഡേറ്റ് വേണം, ദിവസം വേണം, സമയം, ഇന്ന സമയത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഇന്ന സമയത്ത് നമ്മൾ അനുമോദിക്കപ്പെടുന്നു എന്നെല്ലാം ഒരു ഇതുണ്ട്. പർപ്പസ്, അതാണ് പർപ്പസ് എന്ന് പറയുന്നത്. പർപ്പസ് എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനമാവാം, അനുമോദനമാവാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പർപ്പസ് അല്ലെങ്കിൽ ലക്ഷ്യം എന്നത്. അത് എഴുതുക. പിന്നെ എവിടെ വെച്ച് നടത്തപ്പെടുന്നു. ചില സമയത്ത് ഇന്ന സ്കൂളിൽ ഓഡിറ്റോറിയത്തിലായിരിക്കും, അല്ലെങ്കിൽ ടൗൺ ഹാളിൽ ഓഡിറ്റോറിയത്തിലായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തായിരിക്കും. അപ്പോൾ ആ പ്ലേസ് ഒന്ന് എഴുതുക. പിന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ നടത്തപ്പെടുന്നു അല്ലെങ്കിൽ അനുമോദിക്കപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളും കൂടി നോട്ടീസിൽ വ്യക്തമാക്കുക. എന്നിട്ട് ഒരു പക്ഷേ ഒരു ക്ലബ്ബൊക്കെയാണ് ഉദ്ഘാടനം ചെയ്യുന്നതെങ്കിൽ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ് അവരുടെ ഒപ്പം വലത്ത് വശത്തായിട്ട് എഴുതുക. സൈഡ് മാറിപ്പോവരുത്, വലത്ത് വശത്തായിട്ട് എഴുതുക. ഇടത്ത് വശത്തായിട്ട് ആ നോട്ടീസ് പ്രസിദ്ധീകരിച്ച തീയതിയും എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ച ആ സ്ഥലവും എഴുതുക. പ്രസിദ്ധീകരിച്ച സ്ഥലവും തീയതിയും എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് തയ്യാറാക്കാനായിട്ട് തീർച്ചയായും സാധിക്കും. ഇത് തന്നെയാണ് ഇംഗ്ലീഷിൽ ഫോളോ അപ്പ് ചെയ്യേണ്ടത്. ഇംഗ്ലീഷിൽ സെൻറ്റൻസ് ഇംഗ്ലീഷിലാക്കണമെന്നേ ഉള്ളൂ. പക്ഷേ റൂൾ ഇതൊക്കെയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. നോട്ടീസ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ മാന്യരെ, ഡേറ്റ് ആൻഡ് ഡേ, ടൈം, പർപ്പസ്, പ്ലേസ്, ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന നടത്തപ്പെടുന്നതിൻ്റെ പർപ്പസ്, സെക്രട്ടറി ഒപ്പ്, പ്ലേസും ഡേറ്റും ഇതെല്ലാം ഉൾപ്പെടുത്തുക. ഓക്കെ. ഇപ്പോൾ നോട്ടീസ് എന്ന് പറഞ്ഞ ഹെഡിങ്ങിന് പകരം നമ്മൾ ആ പർപ്പസിൻ്റെ ഹെഡിങ്ങും ചില സമയത്ത് കൊടുക്കാറുണ്ട്. അത് നിങ്ങൾക്ക് രണ്ട് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. അടുത്തതായിട്ട് നിങ്ങൾ കത്തെഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കത്തെഴുതാൻ ഇംഗ്ലീഷിലും ചോദിക്കാറുണ്ട്, മലയാളത്തിലും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ മാറ്റവും കൂടി അടിപൊളിയായിരുന്നെങ്കിൽ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസിക്കുള്ള കാര്യങ്ങൾ, നമുക്ക് ബേസിക് മാർക്ക് കിട്ടണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പ്രിയപ്പെട്ട, നമ്മുടെ സുഹൃത്തുക്കൾക്കോ പ്രിയപ്പെട്ടവർക്കോ പ്രിയപ്പെട്ട. അതേസമയം ബഹുമാനം അർഹിക്കുന്ന വ്യക്തികൾക്ക് എഴുതുകയാണെങ്കിൽ, നമുക്ക് അധ്യാപകരോ മറ്റു ബഹുമാനം അർഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ബഹുമാനപ്പെട്ട, ഡിയറസ്റ്റ് ഓർ റെസ്പെക്റ്റഡ് ടു ഓൾ. പിന്നെ വിശേഷങ്ങൾ അല്ലെങ്കിൽ ചോദ്യത്തിലെ വിഷയം. ഇപ്പോൾ നമ്മൾക്ക് കത്ത് തയ്യാറാക്കാനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു വിഷയം തന്നിരിക്കും. ആ വിഷയത്തെ സംബന്ധിച്ചിടത്തൊരു കത്ത് തയ്യാറാക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാമത്തിലെ പുഴയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അവധിക്കാല വിശേഷങ്ങളായിരിക്കും നിങ്ങളോട് കത്ത് തയ്യാറാക്കാനായി പറയണം. ആ വിശേഷങ്ങളെല്ലാം നിങ്ങൾ എഴുതുക. നിങ്ങളുടെ 2 മാസത്തെ വെക്കേഷൻ നടന്ന വിശേഷങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നടന്ന സംഭവങ്ങൾ. ഇപ്പോൾ സ്വാതന്ത്ര്യദിനത്തിന് ഇന്നെല്ലാം ആഘോഷിച്ചു, ഓണാവധി എങ്ങനെയായിരുന്നു, ഓണത്തിന് ഇങ്ങനെയെല്ലാം ആഘോഷിച്ചു, ഇന്നയാൾ മാവേലി വേഷം കെട്ടി, ഞാൻ പാട്ടുപാടി, അങ്ങനെയെല്ലാം നിങ്ങൾക്ക് വിശേഷങ്ങൾ എഴുതാം. പിന്നെ ചോദ്യത്തിലെ വിഷയങ്ങളെന്നും പറയുമ്പോൾ ചിലപ്പോൾ ഒരു കളക്ടർക്ക് കത്ത് എഴുതാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെഡ് മാസ്റ്റർക്ക് നിങ്ങൾ എന്തെങ്കിലും പരാതി ബോധിപ്പിച്ചൊരു കത്ത് എഴുതാനൊക്കെ ആയിട്ടായിരിക്കും. അദ്ദേഹം അപ്പോൾ ബഹുമാനപ്പെട്ട എന്നൊക്കെ എഴുതണം. ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ തീയതി സ്ഥലവും എല്ലായ്പ്പോഴും ഇടത്ത് വശത്താണ് എഴുതേണ്ടത്. തീയതിയും സ്ഥലവും ഇടത്ത് വശത്തും എന്ന് സ്നേഹപൂർവ്വം. പ്രിയപ്പെട്ടവരാണെങ്കിൽ സ്നേഹപൂർവ്വം, ബഹുമാനപ്പെട്ടതാണെങ്കിൽ വിശ്വസ്തയോടെ. ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരാണെങ്കിൽ എന്താണ് നമ്മൾ എഴുതേണ്ടത്? സ്നേഹപൂർവ്വം, വിത്ത് ലവിങ്ങിലേ. വിശ്വസ്തയോടെ, ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് എഴുതുമ്പോൾ എന്താണ്? വിശ്വസ്തയോടെ, വിത്ത് ഫെയ്ത്ത്ഫുള്ളി. പിന്നെ പേര് ഒപ്പം. അടുത്തതായിട്ട് കവിത ആസ്വാദനം തയ്യാറാക്കുന്നത്. കവിതയിലെ ആസ്വാദനം തയ്യാറാക്കുന്ന വിധം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും നിങ്ങളുടെ ഓണം മുതൽ ലാസ്റ്റ് ടൈം പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതിന് നന്നായിട്ട് വിഷയങ്ങൾ നല്ല സെൻറ്റൻസിൽ എഴുതുകയാണെങ്കിൽ, അക്ഷരത്തെറ്റുകൂടെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ തയ്യാറാക്കേണ്ട കവിയുടെ പേര്. ആ കവി ആരാണ്? ആ കവിയെക്കുറിച്ച് വേണമെങ്കിൽ ഒരു സെൻറ്റൻസൊക്കെ നമുക്ക് എഴുതാം.
ഇപ്പോൾ ഒ എൻ വി കുറുപ്പിന് നേടിയിട്ടുണ്ട്. അദ്ദേഹം ഒരു വ്യക്തിപരം കവിയാണ്. ഇപ്പോൾ ചെറുശ്ശേരിനെ കുറിച്ചുള്ള പ്രാചീന കവിത്രയത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ചെറുശ്ശേരി. ചെറുശ്ശേരി എന്നൊക്കെ പറഞ്ഞെഴുതാം. അദ്ദേഹം രാജാവിൻ്റെ ഉദയവർമ്മ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം രചിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചും തുള്ളൽ പ്രസ്ഥാനത്തിന് ഉപജ്ഞാതാവ്. എഴുത്തച്ഛനെ കുറിച്ചിട്ടാണെങ്കിൽ മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നൊക്കെ നമുക്ക് ഒരു സെൻറ്റൻസാക്കി എഴുതാം. അതുപോലെ കുമാരനാശാൻ, വള്ളത്തോൾ, എല്ലാവർക്കും അതിൻ്റെ ഏതൊരു വിശേഷണം ഒരു സെൻറ്റൻസിലും എഴുതുക. പിന്നെ കവിതയുടെ പേര്, നമ്മൾക്ക് പഠിക്കാനുള്ള കവിതയുണ്ട്. അദ്ദേഹം ഇപ്പോൾ ആ കവിതയുടെ പേരെഴുതുക. ആ പേര് കവിതയിലെ പ്രധാന വിഷയം, ആ കവിതയിൽ പ്രധാനപ്പെട്ട വിഷയം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് നിങ്ങൾ എഴുതുക. അപ്പോൾ കവിതയിൽ ഇപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓണം എന്നൊരു കവിതയില്ലേ, ഓമനയുടെ ഓണം. അപ്പോൾ ഓമനയുടെ ഓണത്തിൽ അതാണ് വിഷയം. ഓണം എന്നതാണ് എൻ്റെ ഈ കവിതയിലെ പ്രതിപാദ്യ വിഷയം എന്ന് എഴുതുക. പിന്നെ കവിതയിലെ ആശയം, ആ ഓണം എന്ന കവിതയിൽ എന്തെല്ലാം ആണ് വിവരിക്കുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ആ കവിതയിൽ നമ്മൾ എന്തെല്ലാം വിവരിക്കുന്നുണ്ട്. ഇപ്പോൾ ജി ശങ്കരക്കുറുപ്പിൻ്റെ വാർ മഴവില്ല് എന്നുണ്ട്. അപ്പോൾ അതിൽ മഴവില്ലിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ മഴവില്ലിനെ കുറിച്ചുള്ള വിശേഷണങ്ങളാണ്. ആ കുട്ടി മഴവില്ലിനോട് സംസാരിക്കുന്നതാണ് അതിൻ്റെ പ്രതിപാദ്യ വിഷയം. ആ വിഷയങ്ങൾ, ആ കുട്ടി എന്തൊക്കെയാണ് മഴവില്ലിനോട് സംസാരിച്ചത് എന്നതാണ് എഴുതേണ്ടത്. പിന്നെ ലാസ്റ്റ് വൺ, സന്ദേശം. ചില കവിതകളിൽ നമുക്ക് സന്ദേശങ്ങൾ കിട്ടാറുണ്ട്. ഇപ്പോൾ പുഴയെ കുറിച്ചിട്ടാണെങ്കിൽ കേരളത്തെക്കുറിച്ചിട്ടുള്ള കവിതയാണെങ്കിൽ കേരളത്തിൽ ഇത്രയും മനോഹരമായതുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കാത്ത് സംരക്ഷിക്കണം. ഇത്രയും മനോഹരമായ കേരളത്തിൽ നല്ല പുഴകളും മലരണിക്കാടുകളും ഉണ്ട്. അവയെല്ലാം കേടുകൂടാതെ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ള സന്ദേശവും കൂടി എഴുതി കഴിഞ്ഞാൽ കവിത ആസ്വാദനം നമുക്ക് പൂർത്തിയാക്കാം. ഓക്കെ. അടുത്തതാണ് പത്രവാർത്ത തയ്യാറാക്കൽ. പത്രവാർത്ത അതുകൊണ്ടാണ് നിങ്ങൾ പത്രം വായിക്കണം എന്ന് പറയുന്നത്. പത്രം വായിക്കണം, നിങ്ങൾ ന്യൂസ് എല്ലാ ആദ്യമേലാണ് വായിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഹെഡിങ്ങുകൾ വായിക്കുക. ഹെഡിങ്ങുകൾ സ്ഥലപ്പെടുക. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ക്രക്സ് എന്ന് നോക്കുക. നിങ്ങളുടെ സ്കൂളിലിപ്പോൾ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു, അല്ലെങ്കിൽ ഹിരോഷിമ നാഗാസാക്കി ദിനം ആഘോഷിച്ചു. അപ്പോൾ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചെന്നതാണ് തലക്കെട്ട്. ഏതെങ്കിലും ഒരു സ്കൂൾ എടുക്കുക. ഇന്ന ഗവൺമെൻറ് HSS അല്ലെങ്കിൽ ഇന്ന സെൻറ്റ് ജോർജ് അങ്ങനെയുള്ള സ്കൂളുകളുടെ പേരെഴുതി ഇന്ന സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. അപ്പോൾ സ്ഥലം വീണ്ടും എഴുതുക. ഇപ്പോൾ എറണാകുളമെങ്കിൽ എറണാകുളം, കൂത്താട്ടുകുളമെങ്കിൽ കൂത്താട്ടുകുളം, അങ്ങനെയുള്ള സ്ഥലം എഴുതുക. സ്ഥലം, തീയതി, ദിവസം. ഇപ്പോൾ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് എല്ലാവർക്കും അറിയാം. പക്ഷേ മറ്റേതെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് പരിസ്ഥിതി ദിനം ആചരിച്ചു, മറ്റു ആർട്സ് ക്ലബ്ബ് ഇനാഗുറേഷൻ നടത്തി, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും നടത്തി. അപ്പോൾ ആ തീയതി എഴുതാം, ദിവസം എഴുതാം, എന്താണ് സംഭവം എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം, വിശദമായിട്ട് എഴുതാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, വയനാട് ഉരുൾപൊട്ടൽ ഒട്ടേറെ പേരുടെ ജീവൻ മരിച്ചു. ഇങ്ങനെ എഴുതാം. വയനാട് തലക്കെട്ട് ഇങ്ങനെ കൊടുക്കാം, വയനാട് ഉരുൾപൊട്ടൽ ജീവഹാനി. അപ്പോൾ സ്ഥലം എഴുതുക. ഇന്ന ദിവസം നടന്ന ഈ ഉരുൾപൊട്ടലിൽ ധാരാളം പേർ മരണപ്പെട്ടു, ധാരാളം പേർക്ക് പരിക്കേറ്റു എന്നുള്ള സംഭവം നിങ്ങളവിടെ വിശദീകരിക്കുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സംഭവം തന്നിട്ടുണ്ടാകും. ആ സംഭവം ഈ രീതിയിൽ വിശദീകരിക്കുക. ഓക്കെ. ഇനി അപേക്ഷ കൊടുക്കുന്ന വിധം. നമ്മളൊക്കെ പലയിടങ്ങളിൽ അപേക്ഷ കൊടുക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിച്ചു നോക്കാം. നിങ്ങൾ വില്ലേജ് ഓഫീസിലൊക്കെ അല്ലെങ്കിൽ മറ്റു പഞ്ചായത്തുകളിലൊക്കെ അപേക്ഷ കൊടുക്കണം. ഇതിന് അപേക്ഷ കൊടുക്കണം. നിങ്ങളുടെ സ്കോളർഷിപ്പുകളൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അത് അപേക്ഷ കൊടുക്കണം എന്നൊക്കെ നിരന്തരം നിങ്ങൾ കേൾക്കുന്നതാണ്, നിങ്ങൾ പേരൻസിനോട് പറയുന്നതുമാണ്. അപ്പോൾ അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം ചോദിക്കുന്നതാണ്. പ്രേക്ഷിതൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രം അഡ്രസ്സാണ് കേട്ടോ. ഫ്രം അഡ്രസ്സാണ്. ഫ്രം അഡ്രസ്സിൽ എന്തൊക്കെയാണ്? നിങ്ങളുടെ പേരാണ് വേണ്ടത്. നിങ്ങളുടെ പേരും മേൽവിലാസവും. പ്രേക്ഷിതൻ അല്ലെങ്കിൽ ഫ്രം അഡ്രസ്സിൽ നിങ്ങളുടെ പേരും മേൽവിലാസവും. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു പേര്. ആ വ്യക്തിയുടെ പേരും ഒരു മേൽവിലാസവും തയ്യാറാക്കുക. വിഷയം പിന്നെ സ്വീകർത്താവ് എന്ന് പറഞ്ഞാൽ ആർക്കാണ്? പ്രിൻസിപ്പളാണെങ്കിൽ പ്രിൻസിപ്പളിന്, പഞ്ചായത്ത് പ്രസിഡൻ്റാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ഡിസ്ട്രിക്ട് കളക്ടർക്കാണെങ്കിൽ കളക്ടർക്ക്, മുഖ്യമന്ത്രിക്കാണെങ്കിൽ മുഖ്യമന്ത്രിക്ക്. അതാണ് സ്വീകർത്താവും അദ്ദേഹത്തിൻ്റെ മേൽവിലാസവും. വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാട് നടക്കുന്ന പരിസ്ഥിതി മലിനീകരണം, പ്ലാസ്റ്റിക് മലിനീകരണം എന്നിവയെക്കുറിച്ച് ആണ് ബോധിപ്പിക്കേണ്ടതെങ്കിൽ അത് എഴുതുക. അങ്ങനെയുള്ള വിഷയം എഴുതുക. അപ്പോൾ അതാണ് വിഷയത്തിൻ്റെ ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കുക. ഇപ്പോൾ ഇന്ന സ്ഥലത്ത് പ്ലാസ്റ്റിക് മലിനീകരണം കൂടുതലാണ്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വൈദ്യുതി എല്ലായ്പ്പോഴും വിച്ഛേദിക്കപ്പെടുന്നു എന്നത് അങ്ങനെ ഒരു സെൻറ്റൻസാക്കി നിങ്ങളൊന്ന് എഴുതിയാൽ മതി. പിന്നെ സർ ഓർ മാഡം, റെസ്പെക്റ്റഡ് സർ ഓർ മാഡം,
ബഹുമാനപ്പെട്ട റെസ്പെക്റ്റഡ് സാർ ഓർ മാഡം എന്ന് എഴുതുക. അപേക്ഷ എഴുതുക. എന്താണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് അത് എഴുതുക. ഓക്കെ. എന്നിട്ട് അവിടെ വിശ്വസ്തയോടെ ഫെയ്ത്ത്ഫുള്ളി പേര് ഒപ്പ്. റൈറ്റ് സൈഡിലായിട്ട് വിശ്വസ്തയോടെ പേര് ഒപ്പ്, ലെഫ്റ്റ് സൈഡിലായിട്ട് സ്ഥലം, തീയതി, ലെഫ്റ്റ് സൈഡിലായിട്ട് സ്ഥലം, തീയതി എന്നിവ എഴുതുക. അടുത്തത് കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കുറിപ്പ് എഴുതുമ്പോൾ സംഭവങ്ങൾ വിശദമായിട്ട് വായിച്ച് മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ടാവും. ആ സംഭവം വ്യക്തമായിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിനകത്ത് ആശയം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ ഇവൻസുകൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു കവിയുടെ ജീവചരിത്രമാണ് കുറിപ്പ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കുള്ള സംഭവങ്ങളല്ല ആദ്യം എഴുതണം. അദ്ദേഹത്തിന് ജനനം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ സംഭവം എഴുതണം. പിന്നീട് അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തിൽ വിദ്യാഭ്യാസം തന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ സമയക്രമത്തിൽ അങ്ങനെ എഴുതാനായിട്ടും ശ്രദ്ധിക്കുക. പ്രധാന ആശയങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളിക്കുക. ഇതാണ് കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നിവേദനം തയ്യാറാക്കുമ്പോൾ നാം അനുഭവിക്കുന്ന ദുരിതങ്ങൾ വിശദമായി വിവരിക്കുക. നിവേദനം തയ്യാറാക്കുമ്പോൾ ഫ്രമും ടു അഡ്രസ്സും വേണം കേട്ടോ. ഫ്രമും ടുവും അഡ്രസ്സും നിങ്ങൾ തീർച്ചയായിട്ടും എഴുതാൻ മറക്കരുത്. നാം അനുഭവിക്കുന്ന ദുരിതങ്ങൾ വിശദമായി വിവരിക്കണം. പിന്നെയോ അതോടൊപ്പം ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കി തരാൻ അഭ്യർത്ഥിക്കുകയും വേണം. ഓക്കെ. നാം അനുഭവിക്കുന്ന ദുരിതങ്ങൾ വിശദമായി വിവരിക്കണം. അതോടൊപ്പം ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കി തരാൻ അഭ്യർത്ഥിക്കുകയും വേണം. ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടും എന്തെങ്കിലും, ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രീസ് തുടങ്ങി നമ്മുടെ പുഴ മലിനീകരിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ നിരന്തരമായി നമ്മുടെ അവിടെ കാട്ടാനശല്യം മറ്റും അങ്ങനെയുള്ളപ്പോൾ ഇതൊരു നിവേദനം തയ്യാറാക്കുക. അതിന് നിരന്തരം ഒരു പരിഹാരം കണ്ടെത്തി തരാനായിട്ട് കൃത്യമായിട്ട് നിങ്ങളത് എഴുതുക. കാരണം ദുരിതം അനുഭവിക്കുന്നവർക്ക് കൃത്യമായിട്ട് സെൻറ്റൻസുകളൊക്കെ കിട്ടും. ഞങ്ങളുടെയൊക്കെ പ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ കാട്ടാന ശല്യമുള്ള ധാരാളമുള്ള പ്രദേശമാണ്. ഓക്കെ. അപ്പോൾ ഇനി നിങ്ങൾക്ക് മലയാളത്തിൽ ചോദിക്കുന്നത് വേറൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് കടങ്കഥ. എന്തായാലും ചോദിച്ചിരിക്കും ഒരു മാർക്കിന്. നമുക്ക് കടങ്കഥയും കുറച്ച് പ്രോവേർബ്സ്, പഴഞ്ചൊല്ലും നമുക്ക് പഠിക്കാം കേട്ടോ. ആദ്യം കടങ്കഥയൊന്ന് പഠിക്കാം. കടങ്കഥയിൽ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ, ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അല്ലാതെയുള്ള കടങ്കഥയും പഴഞ്ചൊല്ലും നമുക്ക് ഞാൻ വരും ക്ലാസ്സുകളിൽ പറയാം. ഇപ്പം നിങ്ങളിത് പഠിക്കുക. അടയ്ക്കും തുറക്കും കിങ്ങിണിപ്പത്തായം. നമ്മുടെ ശരീരത്തിലുള്ളൊരു ഓർഗനാണ്, അവയവമാണ് കണ്ണ്. ഏതാണ്? കണ്ണ്. അടയ്ക്കും തുറക്കും കിങ്ങിണിപ്പത്തായം, കണ്ണ്. അടുത്ത് നോക്കിക്കേ. 12 കാലം കഴിഞ്ഞാലും മണ്ണിൽ മണ്ണായി ചേരില്ല, നാശമെനിക്കില്ലെന്നാലും വില്ലൻ എന്നോട് പേര് ചൊല്ലു. വില്ലൻ എന്നോട് പേര്. 12 കഴിഞ്ഞാലും മണ്ണിൽ മണ്ണായി ചേരില്ലെന്ന്, നാശം എനിക്കില്ലെന്നാലും വില്ലൻ എന്നോട് പേരൻ ചൊല്ലു. പ്ലാസ്റ്റിക്കിൻ്റെതാണ്. പ്ലാസ്റ്റിക് മണ്ണിന് ചേരത്തില്ല. പ്ലാസ്റ്റിക് അപ്പോൾ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ കടങ്കഥ ഇപ്പോൾ പ്ലാസ്റ്റിക് എന്ന് തരും, ഇതിനെക്കുറിച്ചൊരു കടങ്കഥ നിങ്ങൾ തന്നെ നിർമ്മിക്കണം. അപ്പോൾ അതിനും ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇനി അടുത്തത് കിഴക്കു കാണാം കാലത്ത്, തലയ്ക്കു മുകളിൽ ഉച്ചയ്ക്ക്, മലയ്ക്കുമേലെ വൈകിട്ട്, കടലിലൊളിക്കും സന്ധ്യയ്ക്ക്. ആരായിരിക്കും? നേരെ രാവിലെ അങ്ങോട്ട് നേരെ കണ്ണവൻ. തലയ്ക്കും ഉച്ചയാകുമ്പോഴത്തേക്കും, നിങ്ങൾ ഉച്ചയ്ക്ക് ഇൻ്റർവെല്ലൊക്കെ ആകുമ്പോഴത്തേക്കും കളിക്കാൻ ഇറങ്ങുമ്പോൾ തലയ്ക്ക് മുകളിൽ കണ്ടിട്ട് വൈകിട്ട് ആകുമ്പോഴത്തേക്കും മലയ്ക്ക് മുകളിലോട്ട് അവസാനം കടലിലേക്ക് എത്താം. കന്യാകുമാരിയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് കാണാൻ പറ്റുമെന്നാണ് പറയണേ. സൂര്യനാണത് ഇത്ര കേട്ടോ. കിഴക്ക് കാണാം കാലത്ത്, തലയ്ക്ക് മുകളിൽ ഉച്ചയ്ക്ക്, മലയ്ക്കുമേലെ വൈകിട്ട്, കടലിൽ ഒളിക്കും സന്ധ്യയ്ക്ക്. ഉത്തരം എന്നാണ്? സൂര്യൻ. കരിയുന്ന മരമാണ് റബ്ബർ. കരിയുന്ന മരം റബ്ബർ. ഒരമ്മ പെറ്റതെല്ലാം തൊപ്പിക്കാർ. അടയ്ക്കയാണ് കേട്ടോ. ഒരമ്മ പെറ്റതെല്ലാം തൊപ്പിക്കാർ. ആൻസർ എന്താണ്? അടയ്ക്ക. മണ്ണ് വെട്ടി വെട്ടി പൊന്ത കണ്ടു, പൊന്ത വെട്ടി വെട്ടി പാറ കണ്ടു, പാറ വെട്ടി വെട്ടി വെള്ളി കണ്ടു, വെള്ളി വെട്ടി വെട്ടി വെള്ളം കണ്ടു. ഉത്തരം തേങ്ങയാണ് കേട്ടോ. മണ്ണ് വെട്ടി വെട്ടി പൊന്ത കണ്ടു, പൊന്ത വെട്ടി വെട്ടി പാറ കണ്ടു, പാറ വെട്ടി വെട്ടി വെള്ളി കണ്ടു, വെള്ളി വെട്ടി വെട്ടി വെള്ളം കണ്ടു. ഉത്തരം തേങ്ങ. തടി കണ്ടത്തിൽ തല കല്യാണപ്പന്തലിൽ. വാഴ. തടി കണ്ടത്തിൽ തല കല്യാണപ്പന്തലിൽ. ആൻസർ ഏതാണ്? വാഴ. മുള്ളുണ്ട് മുരിക്കല്ല, കയ്പുണ്ട് കാഞ്ഞിരമല്ല. ആൻസർ പാവയ്ക്ക. മുള്ളുണ്ട് മുരിക്കല്ല, കയ്പുണ്ട് കാഞ്ഞിരമല്ല. ആൻസർ എന്താണ്? പാവയ്ക്ക.
അക്കരെ നിൽക്കും തുഞ്ചാണി, ഇക്കരെ നിൽക്കും തുഞ്ചാണി, കൂട്ടിമുട്ടും തുഞ്ചാണി. കൺപോളയാണ് കേട്ടോ. അക്കരെ നിൽക്കും തുഞ്ചാണി, ഇക്കരെ നിൽക്കും തുഞ്ചാണി, കൂട്ടിമുട്ടും തുഞ്ചാണി. എന്താണ് കൺപോള ആൻസർ. അപ്പോൾ നമുക്ക് വരും ക്ലാസ്സുകളിൽ കൂടുതൽ കടങ്കഥയും പഴഞ്ചൊല്ലുകളും അവയുടെ ആശയത്തിൻ്റെ അർത്ഥവും നമുക്ക് ഡിസ്കസ് ചെയ്യാം. കൂടാതെ ചേർത്തെഴുത്ത്, പിരിച്ചെഴുത്ത് അതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ നമ്മൾക്ക് റീഅറേഞ്ച് ദ സെൻറ്റൻസ് ഉണ്ട്, അതെല്ലാം നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ്സുകൾ കാണുക. LSSകാർ കൂടാതെ PSC HSC സോഷ്യൽ സയൻസ് പ്രിപ്പയർ ചെയ്യുന്നവർക്കും കൂടാതെ സെറ്റ് നെറ്റ് എക്കണോമിക്സിൻ്റെ ക്ലാസ്സുകളും ഈ ചാനലിലൂടെ നൽകുന്നുണ്ട്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നോട്ട്സോ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസോ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ. ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.